ഹലോ, നമസ്കാരം. ഞങ്ങളിന്നൊരു ചെറിയ യാത്രയിലാണ് കേട്ടോ. ലോണവാലയിൽ നിന്ന് മുംബൈയിലേക്കൊരു ചെറിയ യാത്ര. രാവിലെ തന്നെ പുറപ്പെട്ടു. ലോണവാല സ്റ്റേഷനിൽ എത്തിയത് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഞങ്ങൾ ഓടിപ്പടഞ്ഞ് ചേട്ടൻ ലിഫ്റ്റ് കയറാനായിട്ട് ഓടുന്നു കേട്ടോ. ഞാൻ പിറകണ്ടേ. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ് ലിഫ്റ്റിൽ കയറി. സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ട്രെയിൻ പോയി. അപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് എത്തി. പിന്നെ ഞങ്ങളപ്പോൾ പതുക്കെ നടന്നു. പിന്നെ എല്ലാം സ്ലോ ആയി. ആദ്യം ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. അങ്ങനെ ഇപ്പോൾ വഴിയിൽ ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ കണ്ട് അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ പതുക്കെ ഞങ്ങൾ ചെയറിലിരിക്കാൻ അങ്ങോട്ട് പോകണം. അവിടെ നോക്കിയപ്പോൾ എല്ലാവരും ഈ ട്രെയിനിൽ പോയി. പ്ലാറ്റ്ഫോം കാലിയായിരിക്കട്ടോ. അതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റി. പിന്നെ ഞങ്ങളപ്പോൾ വിചാരിച്ച് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക. രാവിലെ തന്നെ ഇഡ്ഡലിയും ചട്നിയും ഒക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ പിന്നെ വിശപ്പൊന്നുമില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് കയറിയത്. അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കാമല്ലോ. അങ്ങനെ നിന്ന് ഞങ്ങൾ അവിടെ ഇരിക്കാൻ പോകുന്നട്ടാ. ഞാനാണെങ്കിൽ എവിടെ സീറ്റ് കണ്ടോ അവിടെ അപ്പം കയറിയിരിക്കും. അതെൻ്റെ സ്വഭാവം. ഇത്തിരിയും കൂടി നേരത്തെ വരായിരുന്നെങ്കിൽ ഞങ്ങളെ വണ്ടി കിട്ടിയാനായിരുന്നു. അനൗൺസ്മെൻറ്റ് നടക്കുന്നത് അതിൽ നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് പോകണമെങ്കിൽ ഡെക്കൻ ക്യൂൻ വരണം. അപ്പോൾ ആ വണ്ടിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ വണ്ടിയിൽ പോകാനായിട്ട് ചായക്കാരൊക്കെ റെഡിയായിട്ട് നിൽക്കാം കേട്ടോ. ചായ കാപ്പി ഒക്കെ ഈ വണ്ടി കയറി പോവുക. അവർ വണ്ടിയിൽ കൊണ്ടുവരാറുണ്ടല്ലോ ചായയും കാപ്പിയും. കുറേ പേര് പോവും ആ വണ്ടിക്ക് തന്നെ. ഈ വണ്ടി കർജത്ത് നിന്ന് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ വേറെ വണ്ടിക്ക് അവർ തിരിച്ചു പോകും. അങ്ങനെയാണ് ഇവരുടെ ജോലി. ഇത് ട്രെയിനിലെന്നും ചായ കൊടുക്കണത് തന്നെയല്ല ആയിക്കോട്ടെ. गाड़ी संख्या 2294 इंदौर एक्सप्रेस. ഈ വണ്ടിയുടെ പിറകെയായിരിക്കും ഞങ്ങളുടെ വണ്ടി വരുന്നത്. അപ്പം ഞങ്ങൾ ആ വണ്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് മുംബൈയിലെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. മുംബൈ സിറ്റി കാണിച്ചു തരാം കേട്ടോ.